അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ റമളാൻ ഷരീഫ് വിട പറയാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. വിശുദ്ധ റമളാൻ വളരെ വേഗത്തിൽ നമ്മിലേക്ക് കടന്നു വന്നു. വളരെ പെട്ടെന്ന് തന്നെ വിട പറയുന്നത് പോലെ പലർക്കും തോന്നിയിട്ടുണ്ടായേക്കാം. റമളാൻ ഇത്ര പെട്ടെന്ന് വിട പറഞ്ഞു പോവുകയാണോ എന്ന വേദനയോടുകൂടെയാണ് മുഅ്മിനീങ്ങളൊക്കെ അതിനോട് ചിന്തിക്കുന്നതും പ്രതികരിക്കുന്നതൊക്കെ. വലിയ വിഷമവും പ്രയാസമൊക്കെ നമ്മിൽ ഉണ്ടാകണം യഥാർത്ഥത്തിൽ റമളാൻ വിട പറയുമ്പോഴേക്ക്. കാരണം റമളാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങൾ അത്രമേൽ ശ്രേഷ്ഠതയും മഹത്വവും നിറഞ്ഞതാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. റമളാൻ വിട പറയുമ്പോൾ നമ്മുടെ മനസ്സകങ്ങളിലേക്ക് വരുന്നത് ഇനിയൊരു റമളാനിൽ നമ്മളുണ്ടാകുമോ എന്നുള്ള ആവലാതിയും വേവലാതിയുമാണ്. ഈ റമളാന് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക നമുക്ക് ഓൾറെഡി ഉണ്ട്. ഇൻഷാ അല്ലാഹ് റമളാനുമായി ബന്ധപ്പെട്ട് നമുക്ക് വിട പറയുമ്പോൾ വേദനയുണ്ടാകണം. നിങ്ങൾക്കൊക്കെ അതിൻ്റെ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടോ ഒന്ന് എഴുതി അറിയിക്കണേ. അങ്ങനെ ഉണ്ടാകണം, മുഅ്മിനീങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവേണ്ടതാണ്. അള്ളാഹു ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൻ്റെ അവസാനത്തെ ഒറ്റയിട്ട രാവാണ് അല്ലേ? ഈ അവസാനത്തെ ഒറ്റയിട്ട രാവ് 29-ാം രാവ് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ 27-ാം രാവങ്ങ് കഴിയലോടുകൂടെ ലൈലത്തുൽ ഖദ്റിൻ്റെ സമയങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് കരുതിയിരിക്കേണ്ടതല്ല. 29-ാം രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഒട്ടുമിക്ക ഇമാമുകളും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ലൈലത്തുൽ ഖദ്ർ ഇന്നുമായേക്കാം. വളരെയധികം ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം ആ വിഷയങ്ങളൊക്കെ. ഇനി റമളാൻ നമുക്ക് ഉണ്ടാവുമെന്നറിയൂല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നമ്മളെല്ലാ ദിവസവും ദുആ ചെയ്യുന്നുണ്ട്. നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകിയവരുടെയൊക്കെ പേരിൽ അൽഹംദുലില്ലാഹ് കുറേ ആളുകൾ നൽകി. എല്ലാവരോടും മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി പറയുകയാണ്. നമ്മെ നേരിട്ട് കാണാത്ത, നേരിട്ട് പരിചയമില്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നോമ്പ് തുറയിലേക്ക് നൽകി. ഇന്നും നൽകാമെന്ന് ഏറ്റവരൊക്കെയുണ്ട്. എല്ലാവർക്കും അല്ലാഹു വലിയ ബറക്കത്ത് നൽകട്ടെ, ഖൈറ് നൽകട്ടെ. യതീമക്കൾക്കുള്ള ഭക്ഷണത്തിലേക്കും അവരിലേക്കുള്ള വസ്ത്രത്തിലേക്കും മുതഅല്ലിമീങ്ങളിലേക്കുള്ള വസ്ത്രത്തിലേക്കും ഒക്കെ റമളാനിൻ്റെ പവിത്രത മനസ്സിലാക്കി നൽകിയവരാണ്. അല്ലാഹു എല്ലാവർക്കും ഖൈറാത്തുകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ നല്ലോണം പരിശ്രമിക്കണം, അധ്വാനിക്കണം. 27-ാം രാവിന് നമ്മൾ പരിശ്രമിച്ചതുപോലെ പരിശ്രമിക്കുകയും വേണം. നമുക്കൊക്കെ ഈ ലൈലത്തുൽ ഖദ്ർ എന്തിനാണ് അള്ളാഹു നൽകിയതെന്നറിയോ? ലൈലത്തുൽ ഖദ്ർ നൽകിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉരിയ അഅ്മാറൻ നാസി ഖബ്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെയൊക്കെ ആയുസ്സിനെ കാണിക്കപ്പെട്ടു എന്നുള്ളതാണ്. അങ്ങനെ കാണിക്കപ്പെട്ടപ്പോൾ ഫകഅന്നഹു തഖാസറ അഅ്മാറ ഉമ്മത്തിഹി അല്ലാ യബ്ലുഗു മിനൽ അമൽ, മുൻകാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ ആയുസ് ഉണ്ടായിരുന്നത് പോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിൻ്റെ ആയുസ് കുറഞ്ഞതായിട്ട് കണ്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫഅഅതാഹുല്ലാഹു ലൈലത്തുൽ ഖദ്ർ ഖൈറു മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ കൊടുത്തു. അപ്പോൾ 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്ർ കൊടുക്കുമ്പോൾ ആയുസ് കൂടിയതുപോലെയായി. കാരണം 1000 മാസം ഇബാദത്ത് ചെയ്യുക 83 വർഷം ഇബാദത്ത് ചെയ്തു. 83 വർഷം ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു വർഷത്തിൽ 83 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം കിട്ടി. 2 വർഷമാകുമ്പോൾ കൂടും. അങ്ങനെ ഒരു 60-70 വയസ്സൊക്കെ ജീവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു 5000, 6000, 7000 വർഷം ജീവിച്ചതുപോലെയായി. അപ്പോൾ ആയുസ് കൂടിയതുപോലെ അങ്ങനെയാണ് നൽകിയത്. വേറൊരു അഭിപ്രായത്തിൽ കാണാം, ഇന്നൽ ആബിദ കാന ഫീമാ മളാ ലാ യുസമ്മ ആബിദൻ ഹത്താ യഅ്ബുദല്ലാഹ അൽഫ ഷഹരിൻ. 1000 മാസം ഇബാദത്ത് ചെയ്യുന്നത് വരെ ആബിദ് 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 എന്ന് പറയപ്പെടൂല, പേര് പറയപ്പെടൂല. അടിമ എന്ന് പറയപ്പെടൂല, ഇബാദത്ത് ചെയ്യുന്ന ഒരു അടിമ എന്ന് പറയപ്പെടൂല എന്ന് വന്നപ്പോൾ ഫജഅലല്ലാഹു തആല ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്ത ലൈലത്തിൻ ഖൈറൻ മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദ്റിന് നൽകി. അപ്പോൾ അവർക്ക് അതിൽ ഇബാദത്ത് ചെയ്താൽ ഒരു ആബിദ് എന്ന പേരിലേക്ക് എത്താൻ പറ്റും. കാരണം അത്രയും ഫലം അവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാരണവും കൂടെ അവിടെ കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 27-ാം രാവിന് എന്തെല്ലാം ചെയ്തോ അതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഭൂമിയിലേക്ക് പ്രത്യേകമായിട്ടുള്ള മലക്കുകൾ അന്നിറങ്ങി വരും.
എല്ലാ ദിവസവും ഭൂമിയിലേക്ക് മലക്കുകൾ ഇറങ്ങി വരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ വ യജ്തമിഊന ഫീ സ്വലാത്തിൽ അസ്രി വ സ്വലാത്തിൽ ഫജ്രി സുമ്മ യഅറുജുൽ ലദീന ബാതു ഫീകും ഫയസ്അലുഹും വഹുവ അഅലമു ബികും ഫയഖൂലു കൈഫ തറക്തും ഇബാദി ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂന. അപ്പം എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ ലൈലത്തുൽ ഖദ്റിന് ഇറങ്ങി വരുന്നത് മലക്കുകൾ അത് സ്പെഷ്യൽ മലക്കുകളാണ്. എന്താണ് ആ സ്പെഷ്യൽ മലക്കുകൾ? തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖദ്റിൽ പറഞ്ഞ ആ മലക്കുകൾ. അതാരാണ് മലക്കുകൾ? അല്ലദീനഹും സുക്കാനു സിദ്റത്തിൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹയിലുള്ള സ്പെഷ്യൽ മലക്കുകളാണ് ഇറങ്ങി വരുന്നത്. മിൻഹും ജിബ്രീൽ, അവരിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. അതിൽ വലിയ സവിശേഷതയുള്ള ആളുകളുണ്ട്. അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ടാണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളും നമുക്ക് റഹ്മത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നടപ്പാക്കുന്നത്. അവരെ കൊണ്ട് ഈ ഭൂമി ആസകലം നിറയും എന്നാണ്. എന്ന് മാത്രമല്ല, ഫലാ തബ്ഖാ ബുഖഅത്തും മിനൽ അർള് ഇല്ലാ വഅലൈഹാ മലക്കുൻ സാജിദുൻ ഔ ഖായിമുൻ യദ്ഉ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ഓരോ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും ദുആ ചെയ്യുന്ന മലക്കുകൾ സുജൂദ് ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിലനിൽക്കുകയാണ്. എല്ലാ മലക്കുകളും ഭൂമിയിൽ സുജൂദിലായിട്ട് ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് സുജൂദിലായിട്ട് നിലനിന്നവർ ചെയ്യുന്നത്? യദ്ഉ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും വേണ്ടി ദുആ ചെയ്യണം. അങ്ങനെ ഈ ഭൂമിയിൽ ആസകലം അവർ നിറഞ്ഞ് ഫലാ തബ്ഖാ ബുഖഅത്തും മിനൽ അർള്, ഈ ഭൂമിയിൽ നിന്നുള്ള ഒരു സ്ഥലവും ശേഷിക്കത്തില്ല മലക്കുകളില്ലാത്ത രൂപത്തിൽ. നിങ്ങൾ താഴേക്ക് നോക്കൂ, ഇത് ഭൂമിയിലൊരു സ്ഥലമല്ലേ, അവിടെ മലക്കില്ലാതെ ഇല്ല. അവിടെയും മലക്കുണ്ട്, എല്ലായിടങ്ങളിലും മലക്കുണ്ട്. നമുക്ക് ദുആ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മലക്കുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ ഗുണങ്ങൾ നൽകുന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മലക്കുകൾ നമ്മെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയും. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ മലക്കുകളൊക്കെ നമ്മളോട് വന്ന് സലാം പറയും. അങ്ങനെ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യും. അങ്ങനെ മുസാഫഹത്ത് ചെയ്യുമ്പോൾ അലാമത്തു ദാലിക, അങ്ങനെ മുസാഫഹത്ത് ചെയ്തു ലൈലത്തുൽ ഖദ്ർ കിട്ടി എന്നൊക്കെ അറിയുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. എന്താണതിൻ്റെ? മലക്കുകൾ നമ്മൾ മുസാഫഹത്ത് ചെയ്ത് ലൈലത്തുൽ ഖദ്ർ നമുക്ക് കിട്ടിയെന്ന് ബോധ്യപ്പെടുന്ന ചില അടയാളങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരൊന്ന് എഴുതി അറിയിച്ച സന്തോഷമാവും. അന്നത്തെ ആ രാത്രിയിൽ ആരെങ്കിലും 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി, കഴിഞ്ഞു, രക്ഷപ്പെട്ട്. 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മതി. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീഹാ 3 മറാത്ത്, ആരെങ്കിലും ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഗുഫിറ ലഹു ബിവാഹിദ, അതിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത് തൗഹീദിൻ്റെ പദം കൊണ്ട് അള്ളാഹു അവൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കും. വനജ്ജാഹു മിനന്നാരി ബിവാഹിദ, അതിൽ രണ്ടാമതവൻ പറഞ്ഞ തഹ്ലീൽ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനെ തൊട്ടവന് മോചനം നൽകും. വ അദ്ഖലഹുൽ ജന്നത ബിവാഹിദ, മൂന്നാമതവൻ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അല്ലാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. ഇത് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന ഈ രാത്രി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ലൈലത്തുൽ ഖദ്ർ ലഭിക്കാത്തവരാരാണ്? അത് ആരാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോക്കൂ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹാ ഖാലത്ത് യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ എന്താണ് അറഅയ്ത ഇൻ വാഫഖ്തു ലൈലത്തുൽ ഖദ്രി മാ അദ്ഉ, ലൈലത്തുൽ ഖദ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അന്ന് ലൈലത്തുൽ ഖദ്റാണെന്ന് എനിക്ക് മനസ്സിലായാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളത് ചൊല്ലാൻ വേണ്ടി പറയുന്നു. അതാണ്, അതെങ്കിലും ചൊല്ലാം. ഇന്നത്തെ രാത്രി 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി. അതേപോലെ തന്നെ ഇന്ന് ശരിക്കും നമ്മൾ കൂടുതൽ കുറേ കാര്യങ്ങളൊന്നും ചൊല്ലേണ്ട ആവശ്യമില്ല. ഇന്നത്തെ രാത്രി ജസ്റ്റ് ഒരു 3 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അത് ചൊല്ലുക, അതിനധികം സമയമില്ലല്ലോ. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ളതും ചൊല്ലുക. നമ്മളെ രക്ഷപ്പെട്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.